എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചത് ഐഗൻ വാല്യൂ ഇക്വേഷൻസ് ഓഫ് എൽ സ്ക്വയർ ആൻഡ് എൽ ഇസെഡ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞതിൽ എൽ ഇസെഡിന്റെ ഐഗൻ വാല്യൂ എഴുതി നിർത്തി. അതിനുശേഷം എൽ സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വി അസ്യൂം ദി ഐഗൻ ഫംഗ്ഷൻ ഓഫ് എൽ സ്ക്വയർ ആസ് y തീറ്റ ഫൈ സ്ഫെറിക്കൽ ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നു ഞാൻ. അതിന്റെ ഐഗൻ വാല്യൂ ലാംഡ എച്ച് കട്ട് സ്ക്വയർ ആണെന്ന് പറഞ്ഞ് ആ ഐഗൻ വാല്യൂ ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾക്കൊരു ജോലി തന്നിട്ടുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് spherical polar form of this L square in this equation and solve this particular eigenvalue equation. ഇവിടെ L square-നെ അതിന്റെ spherical polar coordinate form substitute ചെയ്തുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ചെയ്തു എന്ന് കരുതുന്നു. So in this session we are going to learn what is the eigenvalue and what is the eigen function of this L square. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു the eigenstates of this L square and L z are same, or we can simultaneously measure L square or the eigenstates of L square and L z. അത് നമുക്ക് ഒരിക്കലും L സ്ക്വയറിന്റെ L zന്റെയും അതേ ഐഗൻസ്റ്റേറ്റ് നമുക്ക് L x-നോ L y-ക്കോ എടുക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ L സ്ക്വയറിന്റെ ബാക്കി ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ചെയ്യേണ്ടത് ഈ എൽ സ്ക്വയറിന്റെ ഇവിടെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു എച്ച് കട്ട് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എച്ച് കട്ട് സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഇവിടെ ഒരു മൈനസ് ആണുള്ളത്. സോ ഈ ലെഫ്റ്റ് സൈഡിനെ എന്ത് ചെയ്യുക, RHSലേക്ക് കൊണ്ടുപോയി എല്ലാം പ്ലസ് സിമ്പലിലേക്ക് എഴുതുക. ഒന്ന് എഴുതി നോക്കിയേ. ഇവിടെ എൽ സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാം RHSലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ വരുന്നത് വി ഹാവ് 1/sin തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ വൈ ബൈ ഡോ തീറ്റ അല്ലേ. ഇവിടെ എന്ത് വരും, ഈ y ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് y തീറ്റ 5 ആണ്, ഞാൻ y എന്ന് എഴുതിയിട്ടുള്ളൂ, പ്ലസ് 1/sin സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ y ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ലാംഡ y ഈക്വൽ ടു 0. ഇവിടെ ബോർഡിന്റെ ആ ഒരു സൈസ് കൺസ്ട്രെയിന്റ് ഉള്ളത് കൊണ്ട് ഞാൻ തീറ്റ 5 എന്നൊന്നും എഴുതുന്നില്ല, y എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, എൽ സ്ക്വയറിന്റെ സ്ഫെറിക്കൽ പോളാർ ഫോം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത ഇനി ചെയ്യേണ്ടത് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദിസ് ഡോ y ബൈ ഡോ തീറ്റ. y എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സ്ഫെറിക്കൽ ഹാർമോണിക് ഫംഗ്ഷൻ. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് തീറ്റ ആൻഡ് ഫൈ. തീറ്റയുടെയും ഫൈയുടെയും ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് y തീറ്റ ഫൈനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് തീറ്റയുടെ ഒരു ഫംഗ്ഷൻ ദെൻ ഫൈന്റെ ഒരു ഫംഗ്ഷൻ. ഇൻ ദിസ് വേ യു ക്യാൻ സെപ്പറേറ്റ് ദീസ് വേരിയബിൾസ്. അപ്പോൾ ഈ ഒരു ഫോം ആണ് എന്തെന്ന് പറയുന്നത്, ഈ സ്ഫെറിക്കൽ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y തീറ്റ ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് തീറ്റ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഫൈ. ഇതെന്ത് ചെയ്യുക, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡോ y ബൈ ഡോ തീറ്റയ്ക്ക് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും. സോ y തീറ്റ ഫൈയിൽ ആരും കൂടെ ഉണ്ട്, ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. സോ ഇറ്റ് ടേക്സ് എ കോൺസ്റ്റന്റ്. സോ ഇറ്റ് ബിക്കംസ് ഡോ y ബൈ ഡോ തീറ്റ ഇസ് നത്തിങ് ബട്ട് ഫൈ ഇൻറ്റു വാട്ട്, ഡോ തീറ്റ ബൈ ഡോ തീറ്റ. ഈ രീതിയിൽ ഇതൊന്ന് എഴുതി നോക്കിക്കേ. സോ ദിസ് വൺ ഈസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ 1/sin തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ. ഓക്കെ, ഡോ y ബൈ ഡോ തീറ്റയ്ക്ക് വരാൻ എന്ത് വരണം, 5 is there, then ഡോ തീറ്റ ബൈ ഡോ തീറ്റ. So theta is a function in theta plus 1/sin square theta ഡോ സ്ക്വയർ y ബൈ ഡോ ഫൈ സ്ക്വയർ. അപ്പോൾ അവിടെ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം, തീറ്റ which is a function in theta, and this one becomes ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ലാംഡ തീറ്റ ഫൈ ഈക്വൽ ടു 0. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചെഴുതുക. അല്പം ഡെറിവേഷന്റെ ഒരു കോംപ്ലക്സിറ്റി ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം എൽ സ്ക്വയർ y തീറ്റ ഫൈ എഴുതി, എന്നിട്ട് അതിലേക്ക് സ്ഫെറിക്കൽ പോളാർ ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y തീറ്റ ഫൈ വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് എഴുതിയിട്ട്
we find out what is dou y by dou theta and dou square y by dou phi square. Okay. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഈ ടേം. ഇവിടെ നിങ്ങൾക്ക് തീറ്റയിലും ഫൈയിലുമുള്ള ടേംസ് ഉണ്ട്. സോ ദിസ് വൺ ഇസ് ഇൻ ഫൈ ടേം. ഇതിനെ RHSലേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ RHSലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഒരു സൈഡിൽ തീറ്റ ടേംസ് എഴുതുക, ഒരു സൈഡിൽ ഫൈ ടേംസ് എഴുതുക. ഹോൾ ഇക്വേഷനിൽ നിന്നും ഒരു ഫൈ കോമൺ ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇതിനെ RHSലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഫൈ ഇവിടെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താ ആദ്യത്തെ ടേം പറ്റുന്നത്? it will becomes 1 by sin theta dou by dou theta sin theta dou theta by dou theta. phi ഇവിടെ കോമൺ ചെയ്തു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. പ്ലസ് ഇവിടെയും phi നമുക്ക് കോമൺ ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യുന്നു. ലാംഡ തീറ്റ തീറ്റ ഈക്വൽ ടു, ഇതിനെ നമ്മൾ RHSലേക്കാണ് കൊണ്ടുപോയത്. സോ ദാറ്റ് ബിക്കംസ് വാട്ട് 1 by 5 കോമൺ ആയിട്ട് എടുത്തതുണ്ട്. അതുപോലെ തന്നെ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ 5 by ഡോ ഫൈ സ്ക്വയർ. ഈ ഒരു റീഅറേഞ്ച്മെന്റ് ഇവിടെ ശ്രദ്ധിക്കണം. ഈ ടേമിനെ നമ്മൾ RHSലേക്കും കൊണ്ടുപോയി ത്രൂ ഔട്ട് എന്ത് ചെയ്തു? 5 കൊണ്ട് ഡിവൈഡും ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? 5യുടെ ടേംസിൽ നിർത്തുക, ബാക്കിയെല്ലാം തീറ്റ ടേംസിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ, തീറ്റ ടേം ആക്കി മാറ്റാമല്ലോ. സോ ദിസ് ദ ഫൈനൽ സ്റ്റെപ്പ്. ഇതിനെ എന്തിലേക്ക് കൊണ്ടുവരിക? തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ആയിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് RHSൽ 5യുടെ ഇക്വേഷൻ മാത്രമായിട്ട് എഴുതുക. ഒന്ന് എഴുതി നോക്കിയേ. ഈ ഒരു രീതിയിൽ വന്ന് കാണും. ലെഫ്റ്റ് സൈഡിൽ തീറ്റ ഇക്വേഷൻ, റൈറ്റ് സൈഡിൽ ഫൈ ഇക്വേഷൻ. So if this equation to be valid, ഈ ഇക്വേഷൻ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സൈഡും it must be equal to a constant. ഒരു കോൺസ്റ്റന്റ് ഈക്വൽ ആയാൽ മാത്രമേ ഈ ഇക്വേഷൻ എന്ത് ചെയ്തുള്ളൂ? വാലിഡ് ആവത്തുള്ളൂ. കാരണം ലെഫ്റ്റ് സൈഡിലെ തീറ്റയും റൈറ്റ് സൈഡിലെ ഫൈയിലുമാണ് നിൽക്കുന്നത്. സോ ബോത്ത് സൈഡ്സ് must be equal to a constant. That constant is nothing but m square. അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ m square എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്ഫെറിക്കൽ ഹാർമോണിക് ഫംഗ്ഷൻ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേ ഇത് തന്നെ, ഇതൊരു ലെജൻഡർ പോളിനോമിയലിലേക്ക് നമ്മൾ എഴുതാൻ പോവുകയാണ്. സെയിം തിങ് അതുപോലെ തന്നെ ഇവിടെ എഴുതുക. സോ ദാറ്റ് ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഫസ്റ്റ് വൺ സൈൻ സ്ക്വയർ തീറ്റ ബൈ തീറ്റ തീറ്റ 1 by sin theta dou by dou theta sin theta dou theta by dou theta plus lambda theta equal to m square. Also minus 1 by 5 dou square 5 by dou phi square equal to m square. ഈ രണ്ട് ഇക്വേഷനും നമുക്ക് എഴുതാൻ സാധിക്കും. ഈ സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ദിസ് ഇസ് നത്തിങ് ബട്ട് d square 5 by d phi square plus m square phi equal to 0. phi എന്ന് പറയുന്നത് it is a into e raised to I m phi ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തതുപോലെ തന്നെയാണ് a നോർമലൈസേഷൻ ചെയ്താൽ 1 by root 2 pi, so that you will have the relation phi എന്ന് പറയുന്നത് phi is nothing but 1 by root 2 pi e raised to I m phi. E raised to I m phi, where m is the magnetic quantum number, or m can take value 0, plus or minus 1, plus or minus 2, etc. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഫൈൻ്റെ ഇക്വേഷൻ ചെയ്തു. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ തീറ്റ വാല്യൂ. നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? തീറ്റ വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് വാട്ട് ഇസ് വൈ തീറ്റ ഫൈ. വൈ തീറ്റ ഫൈ എന്ന് പറഞ്ഞാൽ തീറ്റ തീറ്റ ഇൻറ്റു ഫൈ ആണ്. ഫൈ നമുക്ക് കിട്ടി. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 1 by root 2 pi e raised to I m phi. ഇനി ആരെ കണ്ടുപിടിക്കണം? വാട്ട് ഇസ് ദ തീറ്റ പാർട്ട് ഓഫ് ദിസ് ഇക്വേഷൻ. തീറ്റ പാർട്ട് നിങ്ങൾ അതിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു ലെജൻഡർ പോളിനോമിയലിലേക്ക് നമുക്ക് കിട്ടും. ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇതിനെ ഈക്വൽ ടു എം സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ വരും. അപ്പം ഇവിടെയും ലാംഡയിലും തീറ്റ ഉണ്ട്. അതിനെ തീറ്റ ടേമിനെ രണ്ടിനെയും ഇതിനെ എൽ എച്ച് എസിലേക്ക് എടുത്ത് തീറ്റ ടേമിനെ രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്തെന്ന് എഴുതുക. അപ്പൊ എന്ത് വരും നോക്കെ? 1 by sin theta dou by dou theta
sin theta dou theta by dou theta. ഇനി ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താവും m square theta by sin square theta. അതിനെ LHS എടുക്കുമ്പോൾ മൈനസ് m square theta by sin square theta. അപ്പൊ തീറ്റ ഇവിടെ കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്നത് പ്ലസ് ലാംഡ മൈനസ് m square by sin square theta equal to 0. 1 by sin theta dou by dou theta sin theta dou theta by dou theta plus lambda minus m square sin square theta equal to 0. ഇവിടെ ഇനി നമ്മൾ ഇതിന്റെ ലെജൻഡർ പോളിനോമിയലിലേക്ക് ഫോമിലേക്ക് പോകാൻ നിങ്ങൾക്കറിയാം ലെജൻഡർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x dy by dx plus k into k plus 1 y equal to 0. This is the ലെജൻഡർ ഇക്വേഷൻ. ആ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. ഒരു ചേഞ്ച് ഓഫ് വേരിയബിൾ നമ്മൾ വരുത്തുന്നുണ്ട്. വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് mu ഈക്വൽ ടു cos theta. cos theta വരെ നമ്മൾ എന്ത് ചെയ്യുന്നു mu സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് തീറ്റ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് f mu. തീറ്റയ്ക്ക് പകരം നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു f mu സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഇവിടെ എഫക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഇസ് d mu? d mu എന്തായിരിക്കും? ഇറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ഡി തീറ്റയ്ക്ക് പകരം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് d mu. സൈൻ തീറ്റയ്ക്ക് പകരം യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഓർ 1 മൈനസ് മ്യൂ സ്ക്വയർ. അതായത് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 മൈനസ് മ്യൂ സ്ക്വയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രീതിയിൽ തീറ്റയ്ക്ക് പകരം f mu സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഒന്ന് നോക്കിക്കേ എങ്ങനെ വരുമെന്നുള്ളത്. ഇവിടെ d ബൈ സൈൻ തീറ്റ ഡി തീറ്റയ്ക്ക് പകരം d ബൈ d mu വരും. സൈൻ തീറ്റയ്ക്ക് പകരം 1 മൈനസ് മ്യൂ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2 വരും. തീറ്റയ്ക്ക് പകരം f mu വരും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കേ. ഈ ചേഞ്ച് ഓഫ് വേരിയബിൾ ഇവിടെ എഫക്ട് ചെയ്യുമ്പോൾ മ്യൂവിന് പകരം കോസ് തീറ്റയും f muവിന് പകരം തീറ്റയും കൊടുത്ത് ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ യു ഗെറ്റ് ലൈക്ക് ദിസ്. d by d mu of 1 minus mu square df by d mu plus lambda minus m square by 1 minus mu square into f equal to 0. Where f is nothing but f mu ആണ്. So what is the value of mu? Mu is nothing but it is cos theta, so it can take values from -1 to +1. ഈ രീതിയിലായിരിക്കും ആ ഇക്വേഷൻ വരുന്നത്. ഇനി ഇവിടെ നിന്നും നമ്മൾ ഫസ്റ്റ് ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് what happens to this equation when m equal to 0? m 0 ആയാൽ ഈ ഇക്വേഷൻ എന്ത് സംഭവിക്കും? എന്നിട്ട് then we will generalize this equation. പഴയതുപോലെ ആ ലെജൻഡർ പോളിനോമിയലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആ ലെജൻഡർ പോളിനോമിയൽ നിങ്ങൾ പഠിച്ച അതേ ഉത്തരം തന്നെയാണ് തീറ്റയ്ക്ക് വരുന്നത്. അതൊന്ന് റിവൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ m ന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ d ബൈ d mu ഇത് രണ്ട് ടേം ആണ്. സോ ഡിഫറൻസിയേഷൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ രണ്ട് ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് m ന് 0 കൊടുത്തുകൊണ്ട് write the final expression. ആ എക്സ്പ്രഷൻ ഒന്ന് എഴുതുക. then compare it with the legendary differential equation. so ഈ രീതിയിൽ കിട്ടും. m ന് 0 കൊടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ you will get an equation like this: 1 minus mu square d square f by d mu square minus 2 mu df by d mu plus lambda f equal to 0. then okay, ഇതാണ് legendary differential equation, the famous legendary equation, differential equation. ഇതിന്റെ സൊല്യൂഷൻ it is nothing but y equal to sigma a n x raised to n, which is a legendary polynomial ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇപ്പോൾ m ന് പകരം 0 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഇക്വേഷൻ it is nothing but the famous legendary differential equation ഈക്വൽ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് x here it is mu. x ന് പകരം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? mu ആണ്. y ക്ക് പകരം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? f ആണ്. സോ ഇൻ ദിസ് വേ ഈ ഒരു ഫോം കിട്ടാനാണ് നമ്മൾ നേരത്തെ ചേഞ്ച് ഓഫ് വേരിയബിൾ കൊടുത്തുകൊണ്ട് ഈ ഫോമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കമ്പയർ ചെയ്യുമ്പോൾ പിടിയിട്ടും രണ്ടും ഈക്വൽ ആണ്. സോ ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് f mu. f mu എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ആരുടെ തന്നെയാണ്? ആ ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ തന്നെയാണ്. സോ ഇൻസ്റ്റെഡ് n we are writing k equal to 0 to infinity ak. Instead of x we have
mu. X വരെ നമുക്ക് എന്താണുള്ളത്? mu ആണുള്ളത്. Mu raised to k. So this is the equation. F mu equal to sigma k equal to 0 to infinity to ak mu raised to k. ഇനി നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്തു? You find out d square f by d mu square df by d mu. അതിനെന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു റെക്കറൻസ് റിലേഷൻ ak യുടെ ഒരു റെക്കറൻസ് റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് വാട്ട് ഈസ് df by d mu. df by d mu കണ്ടുപിടിക്കാം. What is df by d mu? It is sigma ak then k mu raised to k minus 1. Sigma ak k mu raised to k minus 1. അപ്പോൾ ഇവിടെ നമുക്ക് k equal to 0 കൊടുക്കാൻ പറ്റത്തില്ല. Then it will become 1 by mu. അതുകൊണ്ട് here k takes values from 1 to infinity. ഇവിടെ 0 കൊടുക്കാൻ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. Just substitute another variable k dash where k dash equal to k minus 1 so that when k becomes 1 k dash becomes 0. So that it is equal to sigma k dash equal to 0 to infinity ak ക്ക് വരെ എന്ത് കൊടുക്കുക? a k dash plus 1 then k ക്ക് പകരം k dash plus 1 mu k dash. ആ സമ്മേഷൻ ഒന്ന് എഴുതാൻ വേണ്ടി മാത്രം ഫ്രം 0 to infinity ഒന്ന് എഴുതാൻ വേണ്ടി മാത്രം ഈ ഒരു രീതിയിലേക്ക് എഴുതുന്നു. നമ്മൾ അതിൽ ചെയ്ത നിങ്ങൾ ഹൈഡ്രോജനാര്യത്തിൽ പഠിച്ചിരുന്നപ്പോൾ ചെയ്തത് തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല. ഇതേപോലെ നിങ്ങൾ ആരെ കണ്ടുപിടിക്കുക? d square f by d mu square കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ രണ്ടും കൂടെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റൈറ്റ് ദി ഫൈനൽ ഫോം. അപ്പോൾ df by d mu d square f by d mu square എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you will get an equation like this. So this one is in mu raised to k dash. So this one in mu raised to k dash plus 2. This one mu raised to k dash plus 1. And again the last time in mu raised to k dash. If this equation to be valid or this equation നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എല്ലാ mu വാല്യൂസിലും ഏത് mu വാല്യൂസിലും ഇക്വേഷൻ എന്ത് ചെയ്തേ പറ്റൂ? സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. ഫോർ ദാറ്റ് ടു ബി പോസിബിൾ എന്ത് ചെയ്താൽ മതി? എല്ലാ മ്യൂവിന്റെ പവറിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ടു 0യിലേക്ക് കൊടുക്കുക. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് ഈച്ച് പവർ ഓഫ് മ്യൂ ഷുഡ് ബി ഇക്വേറ്റ് ടു 0. ഓരോ മ്യൂവിന്റെ ഓരോ ഡിഗ്രിയുടെ കോഎഫിഷ്യന്റിനെയും എന്ത് ചെയ്യുക? 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇൻ ജനറൽ ടു ഗെറ്റ് ദ റെക്കറൻസ് റിലേഷൻ വി ആർ ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യന്റ് ഓഫ് മ്യൂ റൈസ് ടു k ടു 0 ആൻഡ് റൈറ്റ് ദി റെക്കറൻസ് റിലേഷൻ. ഇവിടെ എന്ത് ചെയ്യുക? മ്യൂ റൈസ് ടു k ഇവിടെ എല്ലാം k ഡാഷിന് k കൊടുത്തുകൊണ്ടും k ഡാഷ് പ്ലസ് 2ന് k കൊടുത്തുകൊണ്ടും k ഡാഷ് പ്ലസ് 1ന് k കൊടുത്തുകൊണ്ടും k ഡാഷിന് k കൊടുത്തുകൊണ്ടും കളക്ട് ദി കോഎഫിഷ്യന്റ് ഓഫ് മ്യൂ റൈസ് ടു k ആൻഡ് ഇക്വേറ്റ് ടു 0. ഒന്ന് ചെയ്ത് നോക്കേ. സോ മ്യൂ റൈസ് ടു k യുടെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ദീസ് ആർ ദി കോഎഫിഷ്യന്റ്സ് മ്യൂ റൈസ് ടു k യുടെ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ak പ്ലസ് 2 എത്രയാണെന്ന് എഴുതുന്നു. ak പ്ലസ് 2 എഴുതാൻ ഈ രണ്ട് ടേമിനെയും RHSലേക്ക് കൊണ്ടുപോയി കോമൺ ആയിട്ട് എടുത്ത് കിട്ടുമ്പോൾ യു വിൽ ഗെറ്റ് ak plus 2 is nothing but k into k plus 1 minus lambda by k plus 1 into k plus 2 ak. സോ ak നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കിട്ടിയ ലെജൻഡർ പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോകും. ഓരോ k വാല്യൂ തന്നെ യു വിൽ ഗെറ്റ് ak plus 2 അങ്ങനെ കൂടി പോയാൽ ഇഫ് ദ വാല്യൂസ് ഓഫ് k is increasing നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റ് വെരി ലാർജ് വാല്യൂ വാട്ട് ഹാപ്പൻസ്? ak plus 2 by ak which is something which is equal to approximately equal to 1. ഇത് എന്തിലേക്ക് പോകും? 1ലേക്ക് പോകും. ak plus 2 by ak for the large values of k, which means the series is logarithmically divergent. Logarithmically divergent series ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് for mu plus or minus 1 ആകുന്ന സമയത്ത്. അപ്പോൾ ഒരു പ്രത്യേക വാല്യൂവിൽ ഈ സീരീസ് എന്ത് ചെയ്യണം? ടെർമിനേറ്റ് ചെയ്യണം. സോ ആ ടെർമിനേറ്റ് ചെയ്യുന്നത് the power series should be terminated at a finite value. For example for k equal to l. k equal to l കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചാൽ നമ്മൾ ചെയ്ത സീരീസ് ഏതായിരുന്നു? f mu എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ലെജൻഡർ പോളിനോമിയൽ സിഗ്മ ak mu raised to k. ഈ സീരീസ് എന്ത് ചെയ്യണം? ടെർമിനേറ്റ് ചെയ്യണം. സോ ഫോർ എക്സാമ്പിൾ when k takes value l the series is terminating. ആ സീരീസ് എന്ത് ചെയ്ത് പോകണം? ടെർമിനേറ്റ് ചെയ്ത് പോകണം.
ഈ കണ്ടീഷൻ ഇവിടെ കൊടുത്താൽ, അതായത് at a specific value for a non-negative number L when k becomes L, the series terminate ചെയ്യുന്ന കണ്ടീഷൻ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? You will get what is the value of lambda, then k ക്ക് പകരം L into L plus 1 minus lambda. ഈ സീരീസ് എന്ത് ചെയ്തു പോകുന്നു? ak അത് ടെർമിനേറ്റ് ചെയ്തു പോകുന്നു, which is equal to 0. So that you get what is lambda? Lambda is nothing but L into L plus 1. Lambda എന്ന് പറയുന്നത് വേറെ ആരുമല്ല, it is L into L plus 1. And what is this L? And this L is called orbital quantum number or orbital angular momentum quantum number, which is called L. And L can take value 0, 1, 2, 3, etc. L in എന്തൊക്കെ values എടുക്കാം? 0, 1, 2, 3, etc. എടുക്കാം. And L is called orbital angular momentum quantum number. So for example, if you take L equal to 0, L 0 ആയാൽ നിങ്ങളുടെ ഈ പവർ സീരീസിൽ എത്ര ടൈമേ വരൂ? ഒറ്റ ടൈമേ വരൂ, which consists of only one term with k equal to 0. If you take L equal to 1, ഈ പവർ സീരീസിൽ എത്ര ടൈം വരും? You will get 2 terms for k equal to 0 and k equal to 1. അപ്പോൾ ഇതിലെ k ക്ക് 0 കൊടുത്തും k ക്ക് 1 കൊടുത്തും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് 2 ടേം ആ സീരീസിൽ വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു k ക്ക് കിട്ടുന്ന ഒരു നമ്പറാണ് L, അത്രയും നമ്പർ ആ കെയുടെ വാല്യൂ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതിനുശേഷം സീരീസ് എന്ത് ചെയ്തു പോകും? ടെർമിനേറ്റ് ചെയ്തു പോകും. അപ്പം k ക്ക് 0 ആണെങ്കിൽ ഒറ്റ ടേം, k ക്ക് 1 ആണെങ്കിൽ യു ക്യാൻ ടേക്ക് 0, യു ക്യാൻ ടേക്ക് 1, 0 to L വരെ നിങ്ങൾക്ക് എടുക്കാം. മനസ്സിലായല്ലോ? സോ ദീസ് ആർ ദി L is nothing but നമ്മൾ പഠിച്ച കൺവെൻഷണൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ് L എന്ന് പറയുന്നത്. ആൻഡ് സോ ദി ഐഗൻ വാല്യൂസ് ഓഫ് L സ്ക്വയർ നമ്മൾ പറഞ്ഞു. ഐഗൻ വാല്യൂസ് ഓഫ് L സ്ക്വയർ എന്താണ്? അപ്പോൾ ലാംഡ h bar സ്ക്വയർ ആയിരുന്നു നമ്മൾ ഐഗൻ വാല്യൂ ഓഫ് L സ്ക്വയർ പഠിച്ചത്. സോ ദി ഐഗൻ വാല്യൂ ഓഫ് L സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് L into L plus 1 h bar സ്ക്വയർ. L സ്ക്വയറിന് എത്ര ഐഗൻ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് L into L plus 1 into h bar സ്ക്വയർ. അപ്പോൾ നമുക്ക് L സ്ക്വയറിന്റെ ഐഗൻ വാല്യൂ കിട്ടി. ഇറ്റ് ഈസ് L into L plus 1 h bar സ്ക്വയർ ആണ്. നമുക്ക് ഇനി തീറ്റ ടൈമിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ എഴുതി f mu എന്ന് പറയുന്ന സീരീസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി the legendar series ആണ്, the famous legendar polynomial ആണ് ഇത്. PLX എന്ന് പറയുന്ന legendar polynomial ആണ്, നിങ്ങൾ ഹൈഡ്രോനാറ്റത്തിൽ ചെയ്തതുപോലെ തന്നെ. സോ ബൈ യൂസിങ് തീറ്റ കിട്ടാൻ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് മ്യൂ. നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തീറ്റ കിട്ടാൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് മ്യൂ എന്ന് പറഞ്ഞാൽ legendar polynomial ആണ്, PL mu ആണ്. അപ്പം യൂസിങ് ദി ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ഓഫ് ദിസ് legendar polynomial നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ യു ക്യാൻ റൈറ്റ് ദി ഫോം ഓഫ് തീറ്റ ആസ് തീറ്റ എന്ന് പറയുന്നത് ഹൈഡ്രോനാറ്റത്തിൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2L plus 1/2 PL cos theta. PL cos theta. So this is the form of theta. Root of 2L plus 1/2 PL cos theta. അത് നമ്മൾ നേരത്തെ എഴുതിയ ലെജൻഡർ പോളിനോമിയലിന്റെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ വെച്ച് ചെയ്തതാണ്, നിങ്ങൾ ഹൈഡ്രോനാറ്റത്തിൽ ചെയ്ത പോലെ തന്നെ. So you can write the form of this theta. So you can say what is YLM theta phi. ഇവിടെ നമ്മൾ എമ്മിന് എന്താണ് കൊടുത്തത്? 0 ആണ് കൊടുത്തത്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് YL0 തീറ്റ ഫൈ വിച്ച് ഇസ് തീറ്റ ഇൻറ്റു ഫൈ നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്തും കിട്ടി? തീറ്റ കിട്ടി. നമുക്ക് ഫൈ എന്തായിരുന്നു കിട്ടിയത്? 1/√2 pi e raised to im phi. So if m equal to 0, it is e raised to 0 phi 1. So it is 1/√2 pi e raised to im phi ക്ക് വരെ 1 കിട്ടും, കാരണം m ന് വരെ 0 ആണ് കൊടുത്തത്. Then you have to substitute this root of 2L plus 1/2 PL cos theta. PL cos theta. So 1/√2 pi. ഇവിടെ √2 ഉണ്ട്. So that finally you can say it is 2L plus 1/4 pi. Root of 2L plus 1/4 pi PL cos theta. So this is a legendar polynomial and this is a form of YL0. So നമുക്ക് വേണ്ട എന്താണ്? YL0 അല്ല, we need to write the general form YLM theta. YLM theta ആണ് നമുക്ക് വേണ്ടത്. So to write YLM theta phi, we will use the associated legendar function PLM mu എന്ന് പറയുന്ന associated legendar function ഉപയോഗിക്കും and use the orthogonality condition. Then you will get YLM theta phi. അവിടെ നിങ്ങൾ സ്ഫെറിക്കൽ ഹാർമോണിക് ഫംഗ്ഷൻ ചെയ്ത അതേ ഫോം തന്നെയാണ് ഇവിടെയും വരുന്നത്.
you will get ylm theta phi as. So this is the simultaneous eigenfunction which is for both the operators L square and LZ. L square നും LZ ന്റെയും simultaneous eigenfunction ആണ് ylm theta phi, which is normalized to unity and it is called spherical harmonic function. നിങ്ങൾ നേരത്തെ പഠിച്ച അതേ ഫോം തന്നെയാണ് ylm theta phi ക്ക്. അപ്പോൾ അന്ന് ഹൈഡ്രനാറ്റത്തിൽ പഠിച്ചത് എല്ലാ ഡെറിവേഷനും ഒന്ന് നോക്കുക. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിലാണെന്ന് തോന്നുന്നു പഠിച്ചത്. അത് വളരെ നല്ല രീതിയിൽ ഇവിടെ നോക്കുക. എങ്ങനെയാണ് ഈ ylm theta phi വന്ന് എങ്ങനെയാണ് ലെജൻഡർ പോളിനോമിൽ നിന്നും ആ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ വരുന്നതെല്ലാം നോക്കുക. Okay, so this is the simultaneous eigenfunction for both L square and LZ. To sum up the result, നമ്മൾ ഇതുവരെ പഠിച്ച റിസൾട്ട് എല്ലാം ഒന്ന് നോക്കിയേ. What is the eigenvalue of L square? Eigenvalue of L square is nothing but L into L plus 1 h cut square, where L can take value 0, 1, 2, 3, etc. Okay. Then what is the eigenvalue for LZ? It is mh bar. So what is the value of mh bar? Or what is the value of m? M can take values 0, plus or minus 1, plus or minus 2, plus or minus 3, and the last plus or minus L value. So m can take value 0, plus or minus 1, etc. up to plus or minus L, or minus L to plus L വരെയുള്ള values ആയിരിക്കും മാർക്ക് എടുക്കുന്നത് m ന് എടുക്കുന്നത്. So for example, for the orbital quantum number L equal to 2, what is the value of the angular momentum L square? L square equal to L into L plus 1 h bar square, or L എന്ന് പറയുന്നത് root of L into L plus 1 h bar. Okay, so for this specific value of orbital angular momentum, LZ, which is a component of angular momentum in the z direction, അതിന് ഏതൊക്കെ വാല്യൂ mh bar ആണ് നമ്മൾ പറഞ്ഞത്, minus L2 plus L, minus 2, minus 1, 0, 1, 2, which can take 2L plus 1. So the component of angular momentum in the z direction can expect to have the values 2L plus 1. അപ്പോൾ നമ്മളൊരു ഇത് വരച്ചു കഴിഞ്ഞാൽ for L is equal to, for the angular momentum quantum number L is equal to 2, you can expect first one what? LZ എന്ന് എന്തായിരിക്കാം വരുന്നത്? First one you can expect minus 2 h bar, you can expect minus 1 h bar, you can expect 0 h bar, you can expect 1 h bar, you can expect 2 h bar. So for small l equal to orbital angular momentum quantum number L equal to 2, you can expect these orientations in space. You can expect 0 h bar, you can expect 1 h bar. So it will like ഈ ഒരു കോൺ പോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു you will get an orientation. Then you can expect 2 h bar, then you can expect minus h bar, then you can expect minus 2 h bar. ഇത്രയും 5 different orientation it is possible for L equal to 2. So these are the information we have gathered from this eigenvalue problem of L square and LZ. രണ്ടിന്റെയും eigen state എന്ന് പറയുന്നത് spherical harmonics ആണ്. ആ രണ്ടിന്റെയും eigen value എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് you will get what is the value of the angular momentum, and the LZ ന്റെ കിട്ടുന്നത് it is the component of angular momentum in the z direction. So to conclude, we have the three angular momentum components Lx, Ly and Lz, and also the total angular momentum component, orbital angular momentum component L. അങ്ങനെയാണെങ്കിൽ ഈ നാലിനും ഒരേ eigen state possible അല്ല. You can't measure all these four components simultaneously, but you can measure the angular momentum and one of its components simultaneously. ഒരു വെൻ ഡയഗ്രത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് പ്ലോട്ട് ചെയ്താൽ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. So this is L and this is Lx, this is Ly and this is Lz. So if you represent an eigenstate here, which means this is an eigenstate of what? This is an eigenstate of L square but not of Lx, Ly or Lz. If you put an eigenstate here, which means this is an eigenstate of L square and Lx. If you put an eigenstate here, it is an eigenstate of L square and Ly, and this is the eigenstate of L square and Lz. Okay, എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു eigenstate കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. And this is the Venn diagram representation of eigenstate eigenvalue problem of orbital angular momentum. Hope you understand this one. ഒരു ലെന്തി എസ്സേ ആണ്, വളരെ കൃത്യമായിട്ട് നോക്കുക. എഴുതി പഠിക്കുന്നതിന് പുറമെ try to understand the concept, what is behind this eigenvalue and eigenfunction or eigenstates of this L square and Lz. Okay, thank you.